നമ്മുടെ എല്ലാം ജീവിതം ഡെസ്റ്റിനിയാണോ ഫ്രീ വില്ലാണോ? അതായത് മുന്നേ തീരുമാനിച്ചു വെച്ചതാണോ? അതോ സ്വന്തം ഇഷ്ടപ്രകാരം ഏത് റിയാലിറ്റിയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലാണോ നമ്മൾ മനുഷ്യർ ഇരിക്കുന്നത്? ഇതിന്റെ ശരിയായ ഉത്തരം രണ്ടുമാണെന്ന് പറയേണ്ടതായിട്ട് വരും. പക്ഷെ അവിടെ ഒരു പേഴ്സൻറ്റേജ് ഡിഫറൻസ് ഉണ്ട്. ഡെസ്റ്റിനി എന്ന് പറയുന്നത് കാർമിക് ലെസൺസ് ആണ്. നിങ്ങൾക്ക് എന്തായാലും സംഭവിക്കേണ്ട, നിങ്ങൾ എന്തായാലും അനുഭവിക്കേണ്ട ചില കാർമിക് സൈക്കിൾസ്. അതിനെയാണ് പൊതുവെ പണ്ടുമുതൽ എല്ലാവരും ഡെസ്റ്റിനി എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ലെസ് ദാൻ 10% മാത്രമേ സ്വാധീനം ചെലുത്തുന്നുള്ളൂ. 10% താഴെ മാത്രമേ ഇത്തരം സംഭവങ്ങൾ നിങ്ങൾ ജനിച്ച് മരിക്കുന്നത് വരെ നടക്കുകയുള്ളൂ. അതായത് കൂടിപ്പോയ 1 ഡസൻ കാർമിക് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ 1 ഡസൻ ഡെസ്റ്റിനി ഈവൻസ്. അതിൽ കൂടുതൽ ഒന്നും സംഭവിക്കുന്നില്ല. ബാക്കിയുള്ള 90%-ന് മുകളിലുള്ള സംഭവങ്ങളും സാഹചര്യങ്ങളും ഇവൻസും എല്ലാം മാനിഫെസ്റ്റ് ആവുന്നത് നിങ്ങളുടെ സ്വന്തം മൈൻഡിന്റെ പവർ കൊണ്ടാണ്, നിങ്ങളുടെ ഫ്രീ വിൽ എന്ന ലോ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇവിടെയാണ് മെറ്റാഫിസിക്സ് എന്ന അതിമനോഹരമായ ഒരു ബ്രാഞ്ച് ആരംഭിക്കുന്നത്. മൈൻഡ് ഓവർ മാറ്റർ. ഒറ്റ വാക്കിൽ എന്താ മെറ്റാഫിസിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ആൻസർ ആയിട്ട് പറയേണ്ടത്. എന്താണ് ഇതിന്റെ ഡെഫിനിഷൻ? മാറ്റർ എന്ന് പറഞ്ഞാൽ ടാഞ്ചിബിൾ ആയിട്ടുള്ള എല്ലാ വസ്തുക്കളും തൊടാൻ പറ്റും, കാണാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് വെരി ടാഞ്ചിബിൾ. അതാണ് മാറ്റർ എന്ന് പറയുന്നത്, ഈ ഭൗതിക ലോകം. മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ സ്വാധീനം, അതിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അത് കുറച്ചുകൂടെ സറ്റിലാണ്, പക്ഷെ അതിൻ്റെ സ്വാധീനം നമ്മൾക്ക് എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിക്കും. നൗ മൈൻഡ് ഓവർ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സറ്റിലായിട്ട് സൂക്ഷ്മമായിട്ട് നിൽക്കുന്ന മനസ്സുകൊണ്ട് സ്ഥൂലമായിട്ട് നിൽക്കുന്ന മാറ്ററിനെ സ്വാധീനിക്കുന്ന ഫിലോസഫി, സ്വാധീനിക്കുന്ന ഒരു വിദ്യ, സ്വാധീനിക്കുന്ന ഒരു മേഖല, ഇതാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. നമ്മളെ ചാനലിൽ ആദ്യം മാനിഫെസ്റ്റേഷൻ ഡിസ്കസ് ചെയ്തു. പക്ഷെ അതിനൊരു കുഴപ്പമുണ്ട്, വളരെ സെൽഫിഷാണ്. എൻ്റെ ആഗ്രഹം, എൻ്റെ സന്തോഷം, എൻ്റെ ഡിസയർ, എൻ്റെ. ഇവിടെ മെറ്റാഫിസിക്സിൻ്റെ ചില നിയമങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ, പക്ഷെ ആ ബ്രോഡർ ടേം ഇവിടെ സംഭവിക്കുന്നില്ല. മാനിഫെസ്റ്റേഷൻ എന്ന് മാറ്റി മെറ്റാഫിസിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രപഞ്ചം? പ്രപഞ്ചത്തിൻ്റെ സ്വാധീനം എന്താണ്? പ്രപഞ്ചം എങ്ങനെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? നമ്മൾക്കെങ്ങനെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാം? നമ്മൾക്കെങ്ങനെ മൾട്ടിപ്പിൾ റിയാലിറ്റിയിലേക്ക്, മൾട്ടിപ്പിൾ ജീവിതത്തിലേക്ക്, എൻ്റെ തന്നെ പല ഫ്യൂച്ചർ ടൈം ലൈനിലേക്ക് ജമ്പ് ചെയ്യാൻ സാധിക്കും? ഇതാണ് മെറ്റാഫിസിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കേൾക്കുമ്പോൾ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഇതിനെ കുറച്ചുകൂടെ ത്രില്ലിംഗ് ആക്കുന്ന, അല്ലെങ്കിൽ മെറ്റാഫിസിക്സ് എന്ന് കേട്ടപ്പോൾ ദൈവമേ ഇത് കഷ്ടമാവുമെന്ന് തോന്നിയവർക്ക് ഈസി ആക്കുന്ന ക്വാണ്ടം ഫിസിക്സിൽ ഇതിനെക്കുറിച്ച് പഠിച്ച ഒരു എക്സ്പെരിമെൻ്റ് പറഞ്ഞുതരാം. നമ്മളെല്ലാവരും മാറ്റർ എന്ന് വിളിക്കുന്നത് സത്യത്തിൽ ആറ്റംസിനെ തന്നെയാണ്. അതായത് നിങ്ങൾ ലോകത്തിലെ ഏതൊരു വസ്തു വേണമെങ്കിലും എടുത്തോളൂ, അതിനെ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ആറ്റംസ് മാത്രമാണ്, കണങ്ങൾ മാത്രമാണ്, അല്ലാതെ പുതിയ ഏതൊരു സബ്സ്റ്റൻസ് ഒന്നുമില്ല. പണ്ട് ആറ്റംസ് എന്താണ് തിരിച്ചറിയുന്ന സമയത്ത്, അതിനെക്കുറിച്ച് പഠിക്കാൻ ആരംഭിച്ച സമയത്ത് എല്ലാ സയൻറ്റിസ്റ്റുകളും വിചാരിച്ചത് ആറ്റം ഒരു ടാഞ്ചിബിൾ സബ്സ്റ്റൻസ് ആണെന്ന്, അതൊരു മാറ്റർ ആണെന്നാണ് വിചാരിച്ചത്. പിന്നീട് ക്വാണ്ടം ഫിസിക്സ് ഇവോൾവ് ആയി, പുതിയ പവർഫുൾ ആയിട്ടുള്ള ടെക്നോളജി നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് അവർ ആറ്റത്തെ നിരീക്ഷിക്കാൻ ആരംഭിക്കുന്നത് വിത്ത് ടെക്നോളജി. ദെൻ ദേ റിയലൈസ്ഡ്, ഒരു പുതിയ ബ്രേക്ക് ത്രൂ അവർ കണ്ടുപിടിച്ചു. ആറ്റം എന്ന് പറയുന്നത് 99.9% എനർജിയാണ്, എംപ്റ്റി സ്പേസ് ആണ്, ശൂന്യതയാണ്. വെറും 0.1% മാത്രമേ മാറ്റർ എന്ന് വിളിക്കാൻ സാധിക്കുള്ളൂ, ടാഞ്ചിബിൾ എന്ന് പറയാൻ സാധിക്കുള്ളൂ. ബാക്കി ആറ്റത്തിലുള്ള 99.9%ഉം ശൂന്യതയാണ്. ഇറ്റ്സ് എൻ എംപ്റ്റി സ്പേസ്, വെറും എനർജിയാണ്. നൗ കേശ്, ഇതിലിപ്പോൾ എന്താ വലിയ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്? നിങ്ങളുടെ ശരീരം എന്താണ്? ആറ്റംസ് ആണ്. ഈ ഭൗതിക ലോകം എന്താണ്? ആറ്റംസ് ആണ്. നിങ്ങൾക്ക് കാണാനും തൊടാനും പറ്റുന്ന ഈ ലോകത്തിലുള്ള പ്രപഞ്ചത്തിലുള്ള സകലതും എന്താണ്? ആറ്റംസ് ആണ്. അതിലെ 99.9%ഉം എനർജിയാണ് എന്ന് പറഞ്ഞാൽ തന്നെ അത് സറ്റിലായി മാറിക്കഴിഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞു, മാറ്റർ എന്ന് പറഞ്ഞാൽ ഗ്രോസ് ആണ്, ഭൗതികമാണ്, ടാഞ്ചിബിൾ ആണ്. പക്ഷെ മൈൻഡ് എന്ന് പറഞ്ഞാൽ അത് സറ്റിലാണ്, അത് ഊർജമാണ്. ആറ്റത്തിലെ 99.9%ഉം എനർജിയാണ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ മൈൻഡിന് ഏറ്റവും അടുത്തുള്ള മറ്റൊരു വസ്തു അല്ലെങ്കിൽ മറ്റൊരു ഫിനോമിന എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആൻ ആറ്റം. ഇതിലെന്താ വലിയ കാര്യം? നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിനെ ഒന്ന് പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഇതേ മൈൻഡ് ഉപയോഗിച്ച് ലോകത്തിലെ ഏത് ആറ്റത്തെയും നിങ്ങൾക്ക് നിയന്ത്രിക്കാം, അല്ലെങ്കിൽ ആ ആറ്റത്തെ സ്വാധീനിക്കാം. ദാറ്റ് മീൻസ് നിങ്ങളുടെ മനസ്സ് പ്രോപ്പർലി ട്രെയിൻഡ് ആണെങ്കിൽ, നമ്മൾ ഈ പറയുന്ന റിയാലിറ്റി ഉണ്ടല്ലോ, ജീവിതം എന്ന് പറയുന്നത് എന്താണ്? കുറേ ആറ്റങ്ങൾ നിറഞ്ഞ ഒരു സാധ്യത മാത്രമാണ്.
ഇൻഫിനിറ്റ് പോസിബിലിറ്റി, പലതരത്തിലുള്ള ടൈം ലൈൻസ് ആണ്, പലതരത്തിലുള്ള സമയങ്ങളാണ്. പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചറിലല്ലേ, നമ്മളിരിക്കുന്നത് പ്രസന്റ് ആണ്. അടുത്തത് എന്ത് സംഭവിക്കുന്നുള്ളതിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഈ സാധ്യതകൾ ആക്ച്വലി എനർജി തന്നെയാണ്, പലതരത്തിലുള്ള വൈബ്രേഷൻസ് ആണ്. നിങ്ങളുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്ന പോസിബിലിറ്റിയിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ക്വാണ്ടം ജമ്പ് എന്താണ് ഇതിനെ പറയാം. നിങ്ങളുടെ മൈൻഡ് സറ്റിലാണ്, ആറ്റം സറ്റിലാണ്. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സുപയോഗിച്ച് അതിനെ സ്വാധീനിക്കാൻ സാധിക്കും. ഈക്വൽ എനർജി എന്തായാലും സ്വാധീനിക്കാം. മൈൻഡ് കൊണ്ട് എങ്ങനെ മാറ്ററിനെ സ്വാധീനിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 4 ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമാണ്. ദർ ആർ 4 പ്രോസസ്: തോട്ട്, ഇമോഷൻ, എനർജി ആൻഡ് അറ്റൻഷൻ. നിങ്ങളുടെ ചിന്തകൾ ഒരു സൈഡിലേക്ക് മാത്രമായിരിക്കണം. നിങ്ങളുടെ ഇമോഷൻസ് തീവ്രമായിരിക്കണം. നിങ്ങളുടെ എനർജി വളരെ ഉയർന്ന നിലയിലായിരിക്കണം. ആൻഡ് നിങ്ങളുടെ അറ്റൻഷൻ എല്ലാത്തിനെയും കവർ ചെയ്ത് പിടിക്കാൻ ശക്തിയുള്ള ഒരു പ്രതിഭാസമായിരിക്കണം. ഈ 4 ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് വന്നാൽ മാത്രമേ ആറ്റംസിനെ മൈൻഡ് കൊണ്ട് സ്വാധീനിക്കാൻ സാധിക്കുള്ളൂ. ചിലർക്കെങ്കിലും തോന്നും ഇതൊക്കെ നടക്കുമോ, ഇതൊരു സൂപ്പർസ്റ്റിഷൻ അല്ലേ എന്ന് തോന്നും. അങ്ങനെയുള്ളവർ ക്വാണ്ടം ഫിസിക്സ് ഒബ്സർവർ എഫക്റ്റ് എന്ന് ഒന്ന് സെർച്ച് ചെയ്യാം. ഗൂഗിളിലോ യൂട്യൂബിലോ എവിടെ ഒന്ന് സെർച്ച് ചെയ്തോളൂ. ദർ ആർ റിയൽ റിസർച്ച് പേപ്പേഴ്സ്. അതായത് ചുമ്മാ ഒന്ന് ഒബ്സർവ് ചെയ്താൽ തന്നെ ആറ്റംസ് പല ഡിഫറെൻറ്റ് ടൈപ്പിൽ ബിഹേവ് ചെയ്യുന്നു. ഒരാൾ അതിനെ നോക്കിക്കഴിഞ്ഞാൽ ആറ്റം പല പോലെ ബിഹേവ് ചെയ്യാണ്. അതെങ്ങനെയൊക്കെയോ സ്വഭാവം അതിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദർ ഇസ് എ ബിഹേവിയറൽ ചേഞ്ച് ഇൻ ആറ്റംസ്. എങ്ങനെ? ഒരാൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ. അതാണ് ഒബ്സർവർ എഫക്റ്റ്. ഒന്ന് സെർച്ച് ചെയ്താൽ ഈ പറഞ്ഞ ഫൈൻഡിങ്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ഈ 4 ഇൻഗ്രീഡിയൻസ് ഒരുമിച്ച് വരണം. പക്ഷെ ഈ തിയററ്റിക്കലി പറയുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല. ഞാൻ ആദ്യം പറഞ്ഞു മെൻ്റലി ട്രെയിൻഡ് ആയിരിക്കണം. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, ഡോണ്ട് തിങ്ക് അബൌട്ട് മങ്കീസ്. കുരുക്കന്മാരെ കുറിച്ച് ചിന്തിക്കരുതെന്ന് പറഞ്ഞാൽ തന്നെ മൈൻഡിൽ മങ്കീസ് വന്നിട്ടുണ്ടാവും. അവിടെ ഒരേ ഒരു കാര്യം തോട്ടും, ആ തോട്ടിനെ ഫ്യൂൽ ചെയ്യുന്ന ഇമോഷനും അതിലേക്ക് നിങ്ങളുടെ പ്രാണിക് എനർജിയും അതിനെ എൻവലപ്പ് ചെയ്യുന്ന എവിടെയാണോ അതിൻ്റെ നിങ്ങളുടെ ഡിസയർ മാച്ച് ആവുന്ന റിയാലിറ്റി പ്രപഞ്ചത്തിൽ എവിടെയാണോ ഉള്ളത്, ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ ടൈം ലൈൻസിൽ ഏത് ടൈം ലൈനാണ് നിങ്ങൾ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്, അതിന് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യണമെങ്കിൽ ഇത് 4 ഒരുമിച്ച് വന്നിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ 4 ഇൻഗ്രീഡിയൻസ് ആണെന്ന് പറഞ്ഞത്. ഇത് നല്ല കറക്റ്റായിട്ടുള്ള അളവിൽ കൂടിച്ചേർന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കയ്യിലേക്ക് വരുള്ളൂ. ക്ലിയർ? സോ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് മെറ്റാഫിസിക്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ മാനിഫെസ്റ്റേഷനിൽ നിന്ന് മെറ്റാഫിസിക്സ് എന്ന മേഖലയിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇപ്പം നിങ്ങൾക്കതിൻ്റെ ചെറിയൊരു ടേസ്റ്റ് തന്നേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം പറയാം. ഈ ശൈലി എങ്ങനെയുണ്ട്? ഈ മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞ മേഖല നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? ഇതുവരെ പറഞ്ഞ മാനിഫെസ്റ്റേഷൻ വേണോ, അതോ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് മൈൻഡ് ഓവർ മാറ്റർ എന്നുള്ള കാര്യങ്ങളെ സംസാരിച്ചാൽ മതിയോ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇനി അങ്ങോട്ട് നമ്മളൊരു പുതിയ ജേർണി ആരംഭിക്കാൻ പോവാണ്. I hope you like it.